സ്കൂൾ ലെവലിൽ നിന്ന് തന്നെ നീതി നിഷേധിക്കപ്പെടുന്നില്ലേ? നമസ്കാരം, ഞാൻ അമ്മു ഓസിയപ്പച്ചൻ, സദർ അക്കാദമി ഫോർ നാട്യ ആൻഡ് ഡാൻസിയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ. സ്കൂൾ തലത്തിൽ കോമ്പറ്റീഷനുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ചില സ്കൂളുകളിൽ ഡാൻസ് ടീച്ചേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ ഒരു രസകരമായിട്ടുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്കൂളുകളിലും അല്ല, പക്ഷെ ചിലയിടത്തെങ്കിലും നമ്മളുടെ മാനേജ്മെന്റ് അല്ലെ പ്രിൻസിപ്പള് ആ സ്കൂളിന്റെ അധികൃതര് ഒരു ഡാൻസിന്റെ ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഡാൻസ് ടീച്ചറിനെ ആയിരിക്കും ജഡ്ജസിനെ വിളിക്കാനായിട്ട് ഏൽപ്പിക്കുന്നത്. ചിലപ്പോ ആ സ്കൂളിലെ തന്നെ ടീച്ചേഴ്സ്, അത് ഡാൻസ് ടീച്ചേഴ്സ് ആകണമെന്ന് പോലുമില്ല, സബ്ജക്ട് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആണ് ഒരു പക്ഷെ ചിലപ്പോ സ്കൂൾ തലത്തില് ജഡ്ജസ് ആയിട്ട് ഇരിക്കുന്നത് ഡാൻസിന്റെ ഒക്കെ കോമ്പറ്റീഷൻ. റിസൾട്ട് വരുമ്പോ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഡാൻസ് ടീച്ചേഴ്സ് കലോത്സവത്തിന് വേണ്ടി പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് സമ്മാനം കിട്ടുന്നു. അർഹതയുള്ള പ്രൈസ് ആണെങ്കിൽ കുഴപ്പമില്ല. ആ ജഡ്ജ്മെന്റ് കഴിയുമ്പോൾ ആ റിസൾട്ടില് അത്ര അങ്ങ് നീതി നടന്നിട്ടില്ല എന്ന് ഏതൊരു കാഴ്ചക്കാരനും തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. ചിലപ്പോ ഡാൻസ് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന ഡാൻസ് ടീച്ചേഴ്സിന്റെ സ്റ്റുഡൻസിന്, ചിലപ്പോ ഈ ഡാൻസ് ടീച്ചേഴ്സിന്റെ സ്വന്തം മക്കൾ ആ സ്കൂളിൽ തന്നെയായിരിക്കും പഠിക്കുന്നത്. സ്വന്തം മക്കൾക്ക്, ഒരുപക്ഷെ സബ്ജക്ട് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ മക്കൾക്ക് ഇങ്ങനെയൊക്കെ നീതി നിഷേധിക്കപ്പെട്ടിട്ടുള്ള ചില സമ്മാനങ്ങൾ ലഭിക്കുമ്പോ മറ്റുള്ള കുട്ടികളുടെ ഒരു അവസ്ഥ എന്താണ്? ചില സ്കൂളുകളിൽ ഇതിനേക്കാളും തമാശയാണ്. ചില പാരന്റ്സ് ടീച്ചേഴ്സിനെയും ഈ ഡാൻസ് ടീച്ചേഴ്സിനെയും സബ്ജക്ട് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും തമ്മിൽ വളരെ കൂട്ടായിരിക്കും. അവര് തമ്മിലുള്ള ഒരു ആത്മബന്ധം വളരെ കൂടുതലായിരിക്കും. നമ്മൾ പറയുന്ന പോലെ അന്തർധാര സജീവമായതുകൊണ്ടാണോ എന്ന് അറിയില്ല. ചില പാരന്റ്സിന്റെ മക്കൾക്ക് മാത്രം സ്ഥിരമായിട്ട് പ്രൈസ് കിട്ടുന്നത് പോലെ ഏത് ചെറിയ കുട്ടികൾ പോലും കമന്റ് പറയുന്ന രീതിയിൽ അത് ഇന്ന കുട്ടിയുടെ അവർക്കാണ് കിട്ടുള്ളൂ. കാര്യം എന്താ വെച്ചാൽ അവരുടെ പാരന്റ്സ് നമ്മളുടെ മാനേജ്മെന്റ് ആയിട്ട് അല്ലെ ടീച്ചേഴ്സായിട്ട് ഭയങ്കര കൂട്ടാണ്, അപ്പൊ അതുകൊണ്ട് അവർക്കാ കിട്ടുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എന്ത് കളിച്ചാലും കിട്ടില്ല എന്ന് പറയുമ്പോ സ്കൂൾ തലത്തിൽ നിന്ന് തന്നെ നീതി നിഷേധിക്കപ്പെടുന്നില്ലേ? പിന്നെ മാനേജ്മെന്റ് ഇത്രയും ലാഘവത്തോടു കൂടി സ്കൂൾ തലത്തിൽ നടക്കുന്ന കോമ്പറ്റീഷനെ സബ്ജക്ട് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ ഡാൻസിന്റെ ജഡ്ജ്മെന്റിനൊക്കെ ഏൽപ്പിക്കുമ്പോ ഇത്രയും ലാഘവത്തോടു കൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണോ? പഠിക്കുന്ന സ്കൂളിൽ നിന്ന് തന്നെ കലോത്സവത്തിന്റെ ആദ്യ ഘട്ടമായിട്ടുള്ള ഒരു സ്കൂൾ തലത്തിൽ നിന്ന് തന്നെ നീതി നിഷേധിക്കപ്പെടുന്നില്ലേ? ഡാൻസ് ടീച്ചേഴ്സിന്റെ മക്കൾക്ക് കിട്ടിയത് കൊണ്ട് അത് നീതി നിഷേധിക്കലാണ് എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ ഇതിന്റെ മറയിൽ മാനേജ്മെന്റില് അത്യാവശ്യം നല്ല ഹോൾഡ് ഉള്ള ടീച്ചേഴ്സിന് ഒരു പ്രൈസ് കിട്ടുമ്പോ അത് അത്ര നല്ലതാണോ? ഇങ്ങനെ നീതി നിഷേധിക്കപ്പെടുമ്പോ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും എവിടെയാണ് ന്യായത്തിന് വേണ്ടി ചെന്ന് മുട്ടേണ്ടത്? എങ്ങനെയാണ് അവര് ഈ കാര്യത്തിനെ കൈകാര്യം ചെയ്യേണ്ടത്? എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് എന്റെയും എനിക്ക് അറിയാവുന്ന ചില വ്യക്തികളുടെയും മാത്രം അനുഭവമാണോ, അതോ നിങ്ങൾക്കും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? നിങ്ങൾക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടോ?